ഇറാനുമായി കഴിഞ്ഞ ദിവസം അമേരിക്ക നടത്തിയ ചർച്ച പരാജയപ്പെട്ടു എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. ചർച്ച ഇനിയും ഉണ്ടാകുമെന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും അത് വിജയത്തിലെത്താനുള്ള സാധ്യത ഒന്നും തന്നെയില്ല. അതുകൊണ്ട് തന്നെ അമേരിക്ക ഇറാനെ ആക്രമിക്കാനുള്ള അവസാനവട്ട ഒരുക്കത്തിലേക്ക് കടന്നിരിക്കുന്നു. ഇതിന്റെ ഭാഗമായിട്ട് ഇതാദ്യമായി പശ്ചിമേഷ്യയിലേക്ക് അമേരിക്ക അവരുടെ ഏറ്റവും മാരക ശേഷിയുള്ള കാമിക്കാസെ ഡ്രോൺ സിസ്റ്റത്തെ വിന്യസിക്കുകയാണ്. സ്കോർപിയോൺ വിന്യസിക്കാൻ ഇപ്പോൾ ട്രംപ് ഉത്തരവിട്ട് കഴിഞ്ഞിരിക്കുന്നു. $35,000 വില വരുന്ന ഒരു ഡ്രോണുകളുടെ സമൂഹമാണിത്. ഇതിന്റെ പ്രധാന ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇറാനിലെ റോഡ് ഗതാഗതത്തെ താറുമാറാക്കുക, ഒപ്പം തന്നെ രഹസ്യ നിരീക്ഷണങ്ങൾ നടത്തുക, പ്രതിരോധം ദുർബലപ്പെടുത്തുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇതിനു മുൻപ് അമേരിക്ക ഇത് അറേബ്യൻ ഗൾഫ് പരീക്ഷിച്ച് വിജയിച്ച ഒരു ഡ്രോൺ കൂടിയാണത്. ഈ ഡ്രോൺ ആയിരിക്കും ആദ്യം ആക്രമണത്തിന് തുടക്കം കുറിക്കുകയെന്ന് ബ്ലൂബർഗ് ആണ് ഈ റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത്. ട്രംപ് ഇപ്പോൾ ഇതിനെ ആക്രമിക്കാനുള്ള ഒരു മുന്നറിയിപ്പ് ഈ പറയുന്ന കാമിക്കാസെ ഡ്രോൺ യൂണിറ്റിന് നൽകി കഴിഞ്ഞിരിക്കുന്നു. സ്കോർപിയോൺ ഡ്രോണുകൾ വിന്യസിക്കാനും ട്രംപ് ഉത്തരവിട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇത് സൂചിപ്പിക്കുന്നത് തന്നെ ഏത് നിമിഷവും ഇറാനെ ആക്രമിക്കുക എന്നുള്ളതാണ്. കാരണം കഴിഞ്ഞ ദിവസം നടന്ന ചർച്ചയിൽ അമേരിക്കയുടെ ഡിമാൻഡുകളൊന്നും ഇറാൻ അംഗീകരിക്കാൻ കഴിയുന്നവയായിരുന്നില്ല. അതിൽ പ്രധാനപ്പെട്ട ഡിമാൻഡ് സമ്പുഷ്ടമായ യുറേനിയം, അതായത് ഇറാൻ സമ്പുഷ്ടീകരിച്ച് വെച്ചിരിക്കുന്ന യുറേനിയം അമേരിക്കയ്ക്ക് നൽകുക, ഒപ്പം തന്നെ ഇറാനിലുള്ള ആണവ കേന്ദ്രങ്ങളൊക്കെ തകർത്ത് കളയുക എന്നുള്ളതായിരുന്നു അമേരിക്കയുടെ ഡിമാൻഡ്. എന്തായാലും ഈ ഒരു ഡിമാൻഡ് ഒരിക്കൽ പോലും ഇറാൻ അംഗീകരിക്കാൻ യാതൊരു സാധ്യതകളും നിലവിലില്ല. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ യുദ്ധമല്ലാതെ വേറൊരു പോംവഴി അമേരിക്കയ്ക്ക് മുൻപിലുമില്ല. ഇത് അമേരിക്ക മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഇപ്പോൾ ഈ ഡ്രോണിന് ആക്രമിക്കാനുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.